ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് പണ്ട് ഉമ്മ ഒക്കെ ഉണ്ടാക്കി തരുന്ന ഒരു നല്ലൊരു അരി റൊട്ടി ഉണ്ടാക്കാവേ. ശരിക്കും ഇത് ചൂടുവെള്ളത്തിൽ കുതിർത്ത ചോറ് വെക്കുന്ന അരിയാണ്. അപ്പോൾ തലേന്ന് രാത്രി നമ്മൾ ചോറ് വെക്കുന്ന അരി കുതിർത്താനിട്ടാൽ പിറ്റേന്ന് രാവിലെ നല്ലപോലെ കുതിർന്നിരിക്കും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചൂടുവെള്ളത്തിലിട്ട് കാസ്ട്രോളിൽ അടച്ചു വെച്ചാൽ പെട്ടെന്ന് അരി കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് മിക്സിയിലേക്ക് അരി കഴുകി വാരി വെള്ളം ഒഴിച്ച് തന്നെ അരച്ചോളൂ. അപ്പോൾ മിക്സി കേടാവും എന്നുള്ളൊക്കെ പേടിയുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് തന്നെ അരി അരച്ചോളൂ. മാക്സിമം വെള്ളം ഒഴിച്ച് എങ്ങനെയാണ് നമ്മൾ പച്ചരിയൊക്കെ അരയ്ക്കുന്നത് അതേപോലെ അരച്ചെടുക്കണം. അതിന് ശേഷം നമ്മളൊരു വെള്ള തുണിക്കകത്തോട്ട് ഈ അരച്ച ഈ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് നല്ല സോഫ്റ്റാണ്. അതിലും ഉപരി നല്ല ടേസ്റ്റി ആയിട്ട് നല്ല അരി റൊട്ടി നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ടാമതിട്ടതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വലിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് അത് ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് അതും കൂടി ചേർത്ത് അരച്ചതിന് ശേഷം ഞാൻ ഇത് കണ്ടില്ലേ, എല്ലാം അരച്ച് ഈ തുണിക്കകത്തോട്ട് ഇങ്ങനെ വെള്ളം പോകാൻ ഇങ്ങനെ ഊർത്തി ഇങ്ങനെ തുണിക്കകത്തോട്ട് വെച്ച് കെട്ടി ഇങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് കെട്ടി വെക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളം കുറച്ച് പോകും. അരിപ്പയുടെ പാത്രമില്ലേ, അതിലേക്ക് ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് അരിപ്പ വെച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം വെച്ച് നന്നായിട്ട് വെള്ളം ഊർന്നു പോയതിന് ശേഷം നമുക്ക് വേറൊരു ടിപ്പുണ്ട്. അപ്പോൾ ഞാനിത് പേപ്പർ, കുറച്ച് ന്യൂസ് പേപ്പർ അല്ലെ കുറച്ച് കട്ടിയുള്ള തുണിയിൽ, ടർക്കി പോലത്തെ ആ തുണിയിലേക്ക് വെച്ചാലും മതി. അപ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ വെള്ളം കുറച്ച് ഊർന്ന് പോയതിന് ശേഷം പരത്തി ഇങ്ങനൊരു താലായിൽ വെച്ചത് രാത്രി ഞാൻ ഫുള്ള് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ പരന്നാൽ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെക്കുമ്പം തന്നെ ആ പേപ്പറിലേക്ക് വെള്ളം ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് വെള്ളമെല്ലാം പോയി ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമ്മുടെ കൈറൊട്ടി പരത്താൻ പറ്റുന്ന പരുവത്തിൽ നമുക്ക് അതിൻ്റെ ആ മാവ് കിട്ടും. എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആ ഒരു വെള്ളം നന്നായിട്ട് പോയി കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. ആ തുണി ഇങ്ങനെ നന്നായിട്ട് കെട്ടി മുറുക്കി കൊടുക്കണം. അപ്പോൾ നല്ലപോലെ വെള്ളം ഊർന്ന് പൊക്കോളും. അപ്പോൾ ഞാനാണെങ്കിൽ വാഴയിലയിലൊന്ന് പരത്തി അത് ചുട്ടെടുക്കാം. ഇതൊരു 2-3 ടൈപ്പ് ചുട്ടെടുക്കാവേ. വാഴയിലയിൽ നമുക്ക് കുറച്ച് എണ്ണ തൂത്തിട്ട്, വെളിച്ചെണ്ണ തന്നെ കയ്യിൽ തൂത്തിട്ട് ആ മാവെടുത്തിട്ട് എങ്ങനെയാണെങ്കിലും നമുക്ക് ചുട്ടെടുക്കാം. ഈ പല രീതിയിലുണ്ട്. നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ ചുട്ടെടുക്കാം, അല്ലെ റൊട്ടി ചുടുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ പരത്തിയതിന് ശേഷം പൊടി മുക്കിയിട്ട് അങ്ങനെ ചുട്ടെടുക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇങ്ങനെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ ഒരു മാവ് പിന്നെ അരി അരച്ച റൊട്ടിക്ക് നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നമുക്ക് പണ്ട് നമ്മൾ കഴിക്കുമല്ലായിരുന്നോ. അപ്പോൾ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് കഴിക്കണമെങ്കിൽ ഈ പൊടിച്ച് ഉണ്ടാക്കുന്നതിന് അത്രയ്ക്കും ടേസ്റ്റ് കാണത്തില്ല. ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ ഞാൻ വെറും ഒരു അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തപ്പം 2 വാഴയിലയും കൂടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തപ്പം പരന്ന് വന്നു. അതങ്ങനെ തന്നെ ചുട്ടെടുക്കണം. അപ്പാര ടേസ്റ്റാണ് എന്ന് വെച്ചാൽ ആ വാഴയിലയുടെ നല്ല മണവും ഈ അരി അരച്ച റൊട്ടി ആയതുകൊണ്ട് വേറൊന്നും നമ്മളതിൽ മിക്സ് ചെയ്തില്ലല്ലോ, പൊടികളൊന്നും. അപ്പോൾ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് ഈ അരി അരച്ച റൊട്ടി നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വെച്ചാൽ നല്ല വേഗത്തിൽ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അരിയൊക്കെ കുതിരാനിടുന്ന ആ ഒരു ടൈമിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. വലിയ പണിയില്ല, മാവൊന്നും അയക്കണ്ട, മിക്സിയിൽ അരച്ചെടുത്താൽ മതി. ആ വെള്ളം ഒന്ന് പോയി കിട്ടിയാൽ നന്നായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് വാഴയിലയിൽ ആ ഒരു മണത്തോടു കൂടി ചുട്ടെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം, അല്ലെങ്കിൽ നെയ്യ് ചേർക്കാം. അപ്പോൾ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഇങ്ങനെ നാടൻ പലഹാരങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാനിങ്ങനെ അതിലേക്ക് ഇട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വേറെ 2-3 മോഡൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ചുടാം, അല്ലാതെ നമുക്ക് കൈകൊണ്ട് പരത്തി ചുടാൻ പറ്റുമെങ്കിൽ അങ്ങനെ നമുക്ക് പരത്തി ചുടാൻ പറ്റും. എന്നിട്ട് തിരിച്ചു മറിച്ച് നമ്മൾ സാധാരണ ഒന്ന് പൊള്ളി വരത്തില്ല, ഒരുപാട് പൊള്ളി വരുന്നില്ല,
സാധാരണ ഒന്ന് പൊള്ളി വിടുന്ന പോലെ ആ ഒരു നേരം അപ്പുറവും ഇപ്പുറവും ഒന്ന് മൊരിഞ്ഞ് ആ ഒരു സമയത്ത് നമുക്ക് വാഴയിലയിൽ വെളിച്ചെണ്ണ തൂത്തിട്ട് ഇങ്ങനെ ഒന്ന് തൊട്ട് തൊട്ട് കൊടുക്കാം. നല്ല നെയ്യ് വേണമെങ്കിൽ നെയ്യ് തൂത്തിട്ട് തൊട്ട് തൊട്ട് നമുക്കിങ്ങനെ അതൊന്ന് എന്താ ഒരു തൊട്ട് തലോടി അങ്ങനെ ആ ഒരു രീതിയിൽ തൊട്ട് തൊട്ട് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നല്ല ഒരു ടേസ്റ്റിൽ നമുക്ക് ഒറോട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ്, നാടൻ ഒറോട്ടിയാണ്. അതുപോലെ തേങ്ങാപ്പാൽ കൂട്ടി നല്ല മധുരം പഞ്ചസാര ചേർത്ത് നെയ്യും ചേർത്ത് കഴിക്കാൻ അപാര ടേസ്റ്റാണ്. വേറെ കറിയൊന്നും വേണമെന്നില്ല, ഒരു കട്ടൻ ചായ കൂടി ഉണ്ടെങ്കിൽ അപാര ടേസ്റ്റാണ്. അപ്പം ഇങ്ങനൊന്ന് ചെയ്ത് നോക്കൂ. അതല്ലെങ്കിൽ ഇറച്ചിക്കറിയുടെ കൂടോ മീൻ കറിയുടെ കൂടോ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.